ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ പ്രവേശനം സാധ്യമാക്കാൻ ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് അവർ യോഗ്യത സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ UCL ജേതാക്കളായ PSG ആണ് അവരുടെ എതിരാളികൾ. മെസ്സിയുടെ മുൻ ക്ലബ്ബായ PSG-ക്കെതിരെയാണ് മെസ്സി ഇനി ബൂട്ടണിയുക. മെസ്സിയും PSG-യും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ലായിരുന്നു. അവസാനത്തിലൊക്കെ ആ ബന്ധം വഷളായിരുന്നു. അങ്ങനെയാണ് മെസ്സിക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നത്. ആ കാര്യത്തിൽ മെസ്സിക്ക് ദേഷ്യമുണ്ടോ എന്ന് ഇന്റർ മയാമിയുടെ പരിശീലകനായ ഹവ്യർ മഷരാനോയോട് ചോദിച്ചിരുന്നു. ദേഷ്യമുണ്ട് എന്ന രൂപത്തിലാണ് മഷരാനോ സംസാരിച്ചിട്ടുള്ളത്. ആ ദേഷ്യം തങ്ങൾക്ക് ഗുണകരമാകുമെന്നും ഇപ്പോൾ ഇന്റർ മയാമിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിക്ക് PSG-യോട് ദേഷ്യമുണ്ടാവും. അദ്ദേഹം അങ്ങനെ ദേഷ്യത്തോടു കൂടി കളിക്കുന്നത് ഞങ്ങൾക്ക് ഗുണകരമാവുകയാണ് ചെയ്യുക. കാരണം മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസാധാരണമായ പ്രകടനം പുറത്തെടുക്കുന്ന തരത്തിലുള്ള താരമാണ് മെസ്സി. പക്ഷെ അതൊക്കെ കഴിഞ്ഞ ഒരു കാലമാണ്. ഇതിപ്പോൾ പുതിയ സ്റ്റോറിയാണ്. കൂടാതെ അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത്. കാര്യങ്ങൾ വ്യത്യസ്തമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇന്റർ മയാമിയുടെ അർജന്റീൻ പരിശീലകനായ ഹവ്യർ മഷരാനോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, മെസ്സിയുടെ PSG-യിലെ അവസാന നാളുകൾ ദുഷ്കരമായിരുന്നു. മെസ്സി ട്രെയിനിങ്ങിൽ പങ്കെടുക്കാതെ വിദേശത്തേക്ക് പോയത് കൊണ്ട് തന്നെ മെസ്സിയോട് മാപ്പ് പറയിക്കുന്ന ഒരു സംഭവം വരെ PSG-യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. PSG ആരാധകർ മെസ്സിയെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ലയണൽ മെസ്സിയുടെ തൻ്റെ മുൻ ക്ലബിനെതിരെയുള്ള പ്രകടനം എങ്ങനെയാകും എന്നുള്ളതൊക്കെയാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കൊണ്ടും കാണാം.